നമസ്കാരം. ഈ തീവണ്ടി കണ്ണിൽ നിന്നൊക്കെ മറഞ്ഞു കഴിഞ്ഞാലും ഈ വണ്ടി വിസർജിച്ച പുകക്കൂട്ടം അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. പൂരം കഴിഞ്ഞു, പക്ഷേ പൂരം കഴിഞ്ഞിട്ടും അതിനെ ചൊല്ലിയുള്ള പൂരമാണിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ വടകരയിൽ നിന്ന് വന്ന, വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് പോയ, വടകരയിൽ നിന്ന് തൃശ്ശൂരിലെത്തിയ മുരളീധരൻ പറയുകയാണ് BJPക്ക് വേണ്ടിയാണ് തൃശ്ശൂർ പൂരം കലക്കിയതെന്നും CPM അജണ്ട നടപ്പിലാക്കാൻ കമ്മീഷണറെ ഉപയോഗിച്ചതാണെന്നുമാണ് മുരളീധരൻ്റെ അഭിപ്രായം. പൂരത്തിൻ്റെ പരമ്പരാഗത രീതിക്ക് ഭംഗം വന്നുവെന്നും അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇതോടെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ തൃശ്ശൂരിൽ പൂരത്തിലെ പാളിച്ചകൾ അങ്ങനെ പ്രചരണ വിഷയമാകുന്നു എന്നുറപ്പായി കഴിഞ്ഞു. പൂരം നടത്തിപ്പിൽ വീഴ്ച പറ്റിയെന്ന ആരോപണവുമായി BJP തൃശ്ശൂരിൽ സർക്കാരിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമ്പോൾ UDF അത് BJPയും CPMും തമ്മിലുള്ള ഒത്തുകളി എന്ന നിലയിലാണ് കാണുന്നത്. സുരേഷ് ഗോപിയാണ് പ്രശ്നം പരിഹരിച്ചതെന്ന പ്രചാരണം ഇപ്പോൾ BJP സൈബർ സെൽ ചെയ്യുന്നുണ്ടെന്നായിരുന്നു മുരളീധരൻ്റെ പ്രതികരണം. വോട്ട് കച്ചവടത്തിനുള്ള അന്തർധാര പുറത്തായിരിക്കുന്നു. കമ്മീഷണറെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവരും. കമ്മീഷണർ മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ എന്നറിയാൻ ജുഡീഷ്യൽ അന്വേഷണം വേണം. കമ്മീഷണർ പൂരം കലക്കാൻ രാവിലെ മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിന് ഞാൻ തന്നെ സാക്ഷിയാണ്. ശരിയാ, മുരളീധരൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, പൂരനഗരിയിൽ തന്നെ. സുരേഷ് ഗോപിയെ പൂരത്തിൻ്റെ അന്ന് എവിടെയും കണ്ടില്ല. പിന്നീട് സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്ന് ഷോ കാണിച്ചു. തൃശ്ശൂരിൽ UDF തന്നെ ജയിക്കും എന്നാണ് മുരളീധരൻ പറയുന്നത്. വെടിക്കെട്ട് തടസ്സപ്പെട്ടപ്പോൾ തന്നെ വിളിച്ചു വരുത്തിയതാണെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. 2 മണിക്ക് വിളിച്ചു, 2:10 പുറപ്പെട്ടു. എന്നെ ബ്ലോക്ക് ചെയ്തിട്ടതിനാൽ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് വന്നത്. ഏത് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായാലും അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഇതേ കമ്മീഷണറെ നിർത്തി മര്യാദയ്ക്ക് പൂരം നടത്തി കാണിക്കണം. തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്നാണ് എന്നെ വിളിച്ചത്. കൂടുതൽ തല്ലുകൊള്ളാതിരിക്കാൻ നിർത്തി പോവുക എന്നാണ് പോലീസ് പറഞ്ഞത്. കമ്മീഷണർ തനിക്ക് ലഭിച്ച നിർദ്ദേശമാണ് പാലിച്ചത്. ചുമ്മാ അടുക്കള വർത്തമാനം പറയരുത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്.